ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ഒരു മീഷോ ഹോളുമായിട്ടാണ്. അതായത് കിച്ചണിലേക്ക് ഞാൻ വാങ്ങിയിരിക്കുന്ന 200 രൂപയിൽ താഴെ വില വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു ചോപ്പറാണ് കേട്ടോ. ചോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ഒരു ചോപ്പർ ഉണ്ടായിരുന്നു, ഈ നൂലിങ്ങനെ വലിക്കുന്ന ടൈപ്പ്. അത് പൊട്ടിപ്പോയി, അതിൻ്റെ ചരട് പൊട്ടിപ്പോയി, ഇലാസ്റ്റിക് പോലുള്ള ചരട് പൊട്ടിപ്പോയി. അതിനുശേഷം വീണ്ടും അത് ഓൺലൈനല്ലായിരുന്നു കേട്ടോ, ഇതുവഴി കൊണ്ടുവന്ന ഒരാളോട് വാങ്ങിച്ചതാണ്. അപ്പം വീണ്ടും ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. ഒത്തിരി ഉപകാരപ്രദമാണ്. നമുക്ക് കിച്ചണിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഇത് ഒരുപാട് ഉപകാരമാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ നിങ്ങൾ ഉപയോഗിച്ചവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ചോപ്പർ കേട്ടോ. നല്ലൊരു റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. നല്ല റിവ്യൂ ആണ് ഇതിൻ്റെ. അതിൻ്റെ ആ ബ്ലേഡൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇങ്ങനെ പുഷ് ചെയ്താൽ മതി. എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം, ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഒരു ഫോർക്കിൻ്റെ സെറ്റാണ്. 8 എണ്ണം ഉണ്ട് കേട്ടോ ഇതിൽ. നല്ല മുഴുത്ത നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൻ്റെ ആ ഒരു പിടിയിലൊക്കെ നല്ല ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈസൊക്കെ ഞാൻ ഈ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോഴത്തെ വിലയാണ് കേട്ടോ അതൊക്കെ. നമ്മൾ ഓരോ സമയത്ത് നോക്കുമ്പോൾ മീഷോയിൽ ഓരോ വിലയാണ്. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ ആ ഒരു വിലയായിരുന്നു കേട്ടോ. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. മൊത്തം എണ്ണ ഒരു 12 എണ്ണം ഉണ്ട് കേട്ടോ. സ്പൂൺ സെറ്റ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സംഭവമാണ്. 138 രൂപയായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അത്യാവശ്യം നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള ആ ബലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണി നോക്കുമായിരുന്നു, എല്ലാം കറക്റ്റാണോ, എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഒന്ന് എണ്ണി നോക്കുമായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഓർമ്മിക്കുവാണ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇതുപോലെയുള്ള മീഷോ ഹോൾ ഇനിയും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. മീഷോ എന്നല്ല, ഞാൻ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോഴൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് ഓർഡർ ചെയ്തിരുന്നത് ഒരു പോട്ടാണ് സെറാമിക്കിൻ്റെ. ഞാൻ ഓർഡർ ചെയ്ത ഡിസൈനാണ് സൈഡിൽ കണ്ടത്, പക്ഷേ അത് വന്നപ്പം വേറൊരു ഡിസൈനിലാണ് വന്നത്. അപ്പം ഞാൻ റിട്ടേൺ ചെയ്തൊന്നുമില്ല. കുഴപ്പമില്ല, അത്യാവശ്യം ഒത്തിരി വലിപ്പമൊന്നുമില്ല. 250 mg ആണ് കപ്പാസിറ്റി അതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇത്തിരി സോൾട്ടൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പാകത്തിന് അത്ര വലിപ്പമൊക്കെ ഉള്ളൂ കേട്ടോ. ഒത്തിരി വലിപ്പമൊന്നുമില്ല. പിന്നെ പിക്കിളൊക്കെ ഇച്ചിരിയൊക്കെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്ത് വെക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ പോട്ടാണ്. അടുത്തത് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. സ്റ്റോറേജ് ബോക്സസ് ആയിരുന്നു കേട്ടോ. ലിഡോട് കൂടിയാണ് വന്നിരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും ബാക്കിലായിട്ടിരുന്ന ഏറ്റവും പുറമേ ഇരുന്നത് ഇതുപോലെ പൊട്ടിപ്പോയി. വലിയ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഇട്ട്, ഇപ്പം ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് അടച്ച് വെക്കാൻ പാകത്തിന് ആ ഡോറെങ്കിലും ആ പടത്തിനകത്ത് കാണിക്കുന്നുണ്ട്. അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് 6 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഡാമേജാണ്. ഞാൻ റിട്ടേൺ ഒന്നും ചെയ്തില്ല. വലിയ വിലയുടെ ഒന്നും അല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്യാൻ പോയില്ല കേട്ടോ. അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ പിക്ചറിനകത്ത് കാണിക്കുന്നത് പോലെ തന്നെ ഒരു നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു കട്ട്ലറി ഹോൾഡറാണ്. കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് സ്പൂണ്, ഫോർക്ക്, നൈഫ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറി ഹോൾഡറാണ് കേട്ടോ. നല്ല നിറവാണ്, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. 2 ഹാൻഡിലൊക്കെ ഉണ്ട് 2 സൈഡിലുമായിട്ട്. മെറ്റലാണ്. നമുക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ള വാല്യൂ ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന്. അത്രയും വലിപ്പമുണ്ട്. 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ സ്പൂണും ഫോർക്കും ഒക്കെ ഒന്ന് ഇട്ട് വെച്ച് നോക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തതൊരു കിച്ചൺ മാറ്റാണ്. സിലിക്കോൺ ഡിഷ് ഡ്രൈയിങ് മാറ്റ്. നമുക്ക് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കാവുന്ന, വെള്ളമൊന്നും കൗണ്ടർ ടോപ്പിലൂടെ ഇങ്ങനെ ഒലിച്ച് കിടക്കത്തില്ല. ഇതിലേക്ക് കഴുകി വെക്കുകയാണെങ്കിൽ വാട്ടറൊക്കെ അതിൽ അബ്സോർബ് ആയിക്കോളും. അപ്പം കൗണ്ടർ ടോപ്പിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം, നമ്മൾ പാത്രം കഴുകുന്നിടമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടന്നോളും. നമ്മൾ കഴുകി വെക്കുന്ന പാത്രത്തിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്തെടുത്തോളും. അപ്പം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു മാറ്റാണിത്. ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്.
അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പം ഞാൻ ഈ കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകി വെക്കാനൊക്കെ ആയിട്ട് ഇത് മേടിച്ചതാണ്. എല്ലാവരുടെയും ലഞ്ച് ബോക്സ് കഴുകി നമുക്ക് ഇതിലേക്ക് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ വലിഞ്ഞത് പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതൊരെണ്ണം വാങ്ങി. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. എങ്കിലും വാങ്ങിച്ചപ്പോൾ എല്ലാവരുമായിട്ടങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തത് ഹോട്ട് പോട്ട് സ്റ്റാൻഡാണ്. അതും നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. 6 ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമുക്ക് ചൂട് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാം. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞ വിലയിൽ കിട്ടിയപ്പോൾ ഞാനങ്ങ് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ഈ സാറ്റർഡേ സൺഡേയിലാണ് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യാറ്. ആ ഒരു സമയത്ത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വിലക്കുറവിൽ കിട്ടും. നമ്മളെപ്പോഴും വിലക്കുറവ് നോക്കി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പറ്റിയ ഫ്രിഡ്ജ് ഓർഗനൈസറിൻ്റെ കാര്യം പോലൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും ആയിരിക്കുകയില്ല. എങ്കിലും 200 രൂപയിൽ താഴെയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തത്. എനിക്ക് അങ്ങനെ ഓഫറൊക്കെ കാണുമ്പോൾ ചാടി വീഴാനൊരു പേടിയുണ്ട്. 1-2 തവണ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയതുകൊണ്ട്. അപ്പം ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ, മീഷോയിൽ വളരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇതെല്ലാം ഓർഡർ ചെയ്തത്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഓർഡർ ചെയ്തത്. അടുത്തത് കുട്ടികളുടെ തലമുടിയൊക്കെ ചെയ്യുവാനായിട്ട് എൻ്റെ ലൈസ് കോമ്പാണ് കേട്ടോ. ആദ്യം ഞാനൊരു കുഞ്ഞിത് മേടിച്ചായിരുന്നു. അപ്പം അത് തീരെ ചെറുതായിപ്പോയി. ഇത്തവണയും ആ പിക്ചർ കാണിച്ചപ്പോൾ ഒത്തിരി വലുതാണെന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ്. എന്നാലും അത്ര വലിയ വലിപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ബലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കടകളിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ചീപ്പുകളൊന്നും ബലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നാശമായി പോകുന്നു. അതുകൊണ്ട് വാങ്ങിച്ചാണ്. ഇത് കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. നല്ല ചുരുണ്ട മുടിയിലൊക്കെ എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല. എൻ്റെ മൂത്തയാളുടെ മുടി അല്പം ചുരുണ്ടതാണ്. അപ്പോൾ അതിലുപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇത് എത്രത്തോളം വലിപ്പം കുറവായതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇതാരെങ്കിലും ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. 1-2 തവണയൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചുരുണ്ട മുടിയിൽ അത്രയ്ക്കങ്ങ് വർക്കാവണില്ല കേട്ടോ. ലോങ് ഹെയർ ഇങ്ങനെ അത്ര ചുരുളിമയില്ലാത്ത മുടിയിൽ നന്നായിട്ട് ഓക്കെയാണ്. പക്ഷേ ഇത് ചുരുണ്ട മുടിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവണില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. എല്ലാം 200 രൂപയിൽ താഴെയുള്ള പ്രോഡക്റ്റ്സാണ്. പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ഇതുപോലെ ഓഫറൊക്കെ ഉള്ള ടൈമിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ വിലക്കുറവൊക്കെ കാണും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. അതിൽ ഫ്രിഡ്ജ് ഓർഗനൈസർ മാത്രം അത്ര സ്ട്രോങ് അല്ല. ബാക്കിയെല്ലാം അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം.